ക്രിസ്മസിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ദേ അപ്പൂസും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു പുൽക്കൂട് ഉണ്ടാക്കുകയാണ്. കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട്. പക്ഷെ നമ്മുടെ പരീക്ഷയുടെ തിരക്കുകളൊക്കെ കഴിയട്ടെ എന്ന് കരുതി ഒരല്പം നമ്മൾ കാത്തിരുന്നു. അങ്ങനെ നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, ക്രിസ്മസിൻ്റെ അവധിയൊക്കെ തുടങ്ങി. അപ്പോൾ മക്കളൊക്കെ ചേർന്ന് ഒരുമിച്ചിട്ടാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ പുൽക്കൂട് എവിടെയാണ് ഒരുക്കേണ്ടത് എന്ന് നമ്മളൊരു സ്ഥലം കണ്ടെത്തി. സ്ഥലം ഉറപ്പായപ്പോൾ പിന്നെ അവിടെ നമുക്കൊരല്പം മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി എടുക്കണം. അതിനുവേണ്ടി പറമ്പിലേക്ക് പോയി മണ്ണൊക്കെ കൊണ്ടുവന്ന് നല്ല ഭംഗിയിൽ അതൊക്കെ നമ്മൾ നിരത്തിയിട്ടു. മണ്ണൊക്കെ കൊണ്ടുവരാൻ എൻ്റെ അപ്പൂസാണ് എന്നെ സഹായിച്ചത്. അതോടൊപ്പം തന്നെ ഇതേ പൊന്നൂസും ഞാനും കൂടി ഒരു കുഞ്ഞി കിണറുണ്ടാക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ വെച്ച് നമുക്ക് അതിന് ചുറ്റും കളിമണ്ണൊക്കെ തേച്ച് കുറച്ച് കരിങ്കല്ലുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് പതിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം ഭംഗിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു കിണർ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനൊരുപാട് കഷ്ടപ്പാടുകളൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി അത് അടിപൊളിയാവുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. അപ്പം ഞങ്ങളെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പുൽക്കൂടിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മല സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കരിങ്കല്ലുകളും പാറകളൊക്കെ നമ്മുടെ പറമ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കല്ലും കഷ്ണങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ഒരു പഴയ വെള്ളത്തുണിയിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ മുക്കി നമ്മൾ അതുമ്മേ ചേർത്ത് വെച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു കറുപ്പ് പെയിൻറ് മേടിച്ചിട്ട് അടിച്ചു. കറുപ്പ് പെയിൻറ് അത്ര പൂർണ്ണമായിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ അതിൽ വൈറ്റ് നിറങ്ങളുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഒരു മഞ്ഞാണെന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കാം. പിന്നെ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന കുറച്ച് വൈക്കോലൊക്കെ വെച്ച് നമ്മൾ മേഞ്ഞ നമ്മുടെ ഒരു പുൽക്കൂടുണ്ട്, അത് നമ്മൾ ഇറക്കി വെച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മണലാണ് നിറച്ചിട്ടുള്ളത്. അപ്പം മണൽ ഒരുപോലെ നമ്മൾ നിറച്ചു. ഇനി നമുക്കൊരു പച്ചപ്പും ഹരിതാപയൊക്കെ വേണ്ടേ. അതിനു വേണ്ടി നമ്മൾ അറക്കപ്പൊടിയാണ് സെലക്ട് ചെയ്തത്. അറക്കപ്പൊടിയിൽ നമ്മൾ പച്ച നിറം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പച്ചപ്പൊടി പാക്കറ്റിൽ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. അതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ച നിറം കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഒരു കുഞ്ഞു മലയുടെ ഒരു രീതിക്ക് വേണ്ടി നമ്മൾ ആ ഒരു പച്ച കളർ പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ക്യാമറയിൽ ആ പച്ച കളർ അത്ര ഭംഗിയിലെടുത്ത് കാണാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഭംഗിയിലുള്ളൊരു പച്ച നിറം നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു വഴി സെറ്റ് ചെയ്തു. കുറച്ച് മണലൊക്കെ നേരെ തന്നെ ഇട്ട് കൊടുത്ത് വഴി പോലെ ഇട്ട് കൊടുത്ത് കുറച്ച് കരിങ്കല്ലുകളൊക്കെ ചേർത്ത് വെച്ചപ്പോൾ ഒരു കുഞ്ഞു വഴിയായി. അതിനുശേഷം നമ്മുടെ രൂപങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന രൂപങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നു. അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് നമ്മൾ ഓരോന്നും ഓരോ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ മാതാവും ഔസേപിതാവും ആട്ടിടയന്മാരും രാജാക്കന്മാരും ആടുകളും പശുക്കളും എല്ലാവരും വന്നപ്പോൾ നമ്മുടെ പുൽക്കൂടിൽ ഇതേ ഒരു ആളും അനക്കൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടുതലായിട്ട് കാണാനുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ എല്ലാം ഒന്ന് അറേഞ്ച് ആയോ എന്നുള്ളത് ഒരല്പ അകലത്തിലൊക്കെ പോയി നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് കുടമൊക്കെ നമ്മുടെ വീട്ടിൽ പണ്ട് നമ്മൾ കിളികളൊക്കെ വളർത്തുമ്പോൾ ഉണ്ടായിരുന്ന കുടമാണ്. അങ്ങനെ ആ കുടമൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അരികിലായിട്ട് കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ ഒരു പുൽക്കൂടിൻ്റെ പണി എല്ലാവരും ചേർന്ന് അങ്ങനെ പൂർത്തീകരിച്ചു. അതിനുശേഷം പുൽക്കൂടിൻ്റെ അടുത്ത് നമ്മളൊരു കുഞ്ഞ് ട്രീ ആണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ മുൻപുണ്ടായിരുന്നൊരു ട്രീ തന്നെ നമ്മൾ പുറത്തേക്ക് എടുത്ത് അതൊക്കെ നമ്മൾ വിടർത്തി നല്ല ഭംഗിയിലാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ബോൾസും ബെല്ലുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ നമ്മുടെ വീട്ടിൽ റെഡി ആയിട്ടാ. അങ്ങനെ അവസാനം നമ്മൾ രാത്രിയിൽ ലൈറ്റൊക്കെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാവുമ്പോഴാണ് ആ വീട്ടിലേക്ക് തന്നെ ഒരു വെളിച്ചം ഉണ്ടാവണത്, ക്രിസ്മസിൻ്റേതായിട്ടുള്ളൊരു വെളിച്ചം വരിക. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി നോക്കും. ഇപ്പം എപ്പോഴും അപ്പൂസ് പറയൂട്ടോ, നമുക്ക് പുറത്ത് പോയി ഇരിക്കാം, പുൽക്കൂടിൻ്റെ വെളിച്ചം നോക്കി ലൈറ്റൊക്കെ നോക്കി നമുക്ക് അവിടെ സംസാരിച്ചിരുന്നാലോ, നമുക്ക് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നാലോ എന്ന് അവ എപ്പോഴും പറയും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതൊരുപാട് സന്തോഷം നൽകും. നമ്മുടെ വീട്ടിലുള്ളവർക്കും അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ നൽകും. അങ്ങനെ ഞങ്ങളുടെ വീടും പുൽക്കൂടിന് വേണ്ടി ക്രിസ്മസിന് വേണ്ടി പുൽക്കൂടൊക്കെ ഒരുക്കി കാത്തിരുന്ന് ഇനി നമുക്കൊരു കരോള് വരണം അല്ലേ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു കരോളും കൂടി കടന്നു വരുമ്പോഴാണ് ഒരുപാട് സന്തോഷം ഉണ്ടാവുക. നമ്മുടെ ആക്മി ഉണ്ടാക്കിയിട്ടുള്ള നക്ഷത്രം തന്നെയാണ് നമ്മൾ ഈ ഒരു പുൽക്കൂടിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഭംഗിയുള്ള പുൽക്കൂടുകളൊക്കെ ഒരുക്കി ഈ ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ എല്ലാവരും ചേർന്ന് മനോഹരമായിട്ടൊരു പുൽക്കൂടുണ്ടാകട്ടെ. ഹാപ്പി ക്രിസ്മസ്.